ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെ സുഖമല്ലേ? അപ്പോൾ ഇന്ന് റമദാൻ 3. അപ്പോൾ ഇന്ന് മുതൽ എൻ്റെ പരീക്ഷണമാണ് വീട്ടിൽ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ? അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് കാടമുട്ടേൻ്റെ ഒരു അടിപൊളി ബജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാറ്റർ റെഡിയാക്കാണ്. കടലപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളി ബാറ്റർ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കുറച്ച് തിക്നെസ്സിലാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ റെസ്റ്റ് ചെയ്യാനോ കാട്ടി വെച്ചു. ആ കഴിഞ്ഞ ശേഷം കാടമുട്ട വിഴുങ്ങിയെടുത്തതിന് ശേഷം അതിൽ നല്ല അടിപൊളി ചമ്മന്തി അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ പെട്ടെന്ന് വേഗം നിറയ്ക്കുകയാണ്. ഇത് നല്ലൊരു എന്താ പറയുക നല്ലൊരു പരിപാടിയാട്ടോ ഇങ്ങനെ നിറച്ച് വെക്കുന്നത്. പിന്നെ ആ കഴിഞ്ഞ ശേഷം ഞാൻ വേഗം എടുത്ത് പൊരിച്ച് വെച്ചു. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പം നമുക്കിങ്ങനെ കോരിയെടുക്കാം. ഇത് അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ ശേഷം ഞാൻ വെറുതൊരു പരീക്ഷണം നടത്താട്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 പായ എടുത്തിട്ട് നല്ല വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ടൊരു ഫ്രൈ പാനിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് അത് ചൂടാകുമ്പം അതിൽ കുറച്ച് അണ്ടിയും മുന്തിരിയും പിന്നെ കുറച്ച് ബദാമൊക്കെ ഇട്ടിട്ട്, ബദാം ഓപ്ഷണലാണ്, വേണേൽ ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്താണ്. അപ്പോൾ നല്ലോണം ഇതായി വരുമ്പം അതിലോട്ട് തേങ്ങയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇതാക്കുമ്പോൾ ഞാൻ ഇവിടെ മധുരം ഉപയോഗിക്കില്ല കേട്ടോ. അപ്പോൾ ഇവിടെ മധുരത്തിനോട് ആർക്കും വലിയൊരു ഇതില്ല, അതുകൊണ്ട് ഡേറ്റ്സാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് എന്താ പറയുക, ഒരു ഏകദേശം ചെറിയൊരു ബ്രൗൺ കളറാകുമ്പം ഒന്ന് ഓഫ് ചെയ്തേക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഏലക്കായ പൊടിച്ചോടിയിട്ടുന്നുണ്ട്. പിന്നെ ആ കഴിഞ്ഞ ശേഷം മിക്സിയിലേക്ക് പായവും പിന്നെ അതേപോലെ പഞ്ചസാര പകരം ഡേറ്റ്സും പാലും പിന്നെ കോഴിമുട്ടയും ചേർത്തിട്ട് കുറച്ച് ഉപ്പും അത് ചേർത്തിട്ട് നല്ലോണം അടിക്കുക. എന്നിട്ട് ഇതൊരു പാത്രം ഇട്ടിട്ട് അതിൽ ഓയിൽ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ആദ്യം ഫസ്റ്റ് ലെയറായിട്ട് കുറച്ച് ബാറ്റർ ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങ ഇത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെയും ബാറ്റർ ഒഴിക്കുക. അങ്ങനെ 2 ലെയർ. ഇതിൻ്റെ പേര് വെച്ചാൽ ഉന്നക്കായൻ്റെ പോളാന്ന് കേട്ടോ, ഞാൻ അങ്ങനെയാണ് വിളിച്ചത്. അപ്പോൾ ഇത് വെക്കുന്നത് ഞാൻ എയർ ഫ്രയറിലാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പണി ചെയ്യുമല്ലോ. അപ്പോൾ എയർ ഫ്രയറൊക്കെ തുറന്ന് അതിലോട്ട് ബാറ്ററൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ അതടിച്ച് വെച്ച് നല്ല അടിപൊളിയാക്കി അതവിടെ വെച്ചു. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വിചാരിച്ചു. ഒന്ന് ഫ്രൂട്ട്സായിട്ട് വത്തക്കയും മുന്തിരിയും അതുപോലെ ആപ്പിളും ആണ്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചപ്പോഴേക്ക് നോമ്പറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എനിക്കൊരു സങ്കടം പറ്റി. ചഞ്ച മുഖത്ത്